നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ആരാ? ഇത് ഞാൻ തന്നെയാടി, ദക്ഷ. മംഗലശ്ശേരിയിൽ എനിക്ക് നേർക്ക് നേർ നിന്നിട്ടുള്ളത് നീ മാത്ര. ഞാൻ ആരാണെന്ന് നീ ഇന്ന് വരെ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ നീ ആരാണെന്ന സത്യവും ഞാനും മംഗലശ്ശേരിക്കാരെ അറിയിച്ചിട്ടില്ല. എന്നിട്ടും നീ എന്നോട് വെല്ലുവിളിയുമായി വന്നു. എനിക്ക് നീ ഒരു പ്രതിയോഗി അല്ലെങ്കിലും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണടി. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അന്ന് കണ്ട ദേവീക്ഷേത്രത്തിൽ നീ എത്തണം. എന്താ, പേടിയുണ്ടോ നിനക്ക്? നിങ്ങൾ ഞാൻ ഇതിന് പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടതേ എന്നെയാ. നീ വന്നേക്ക്, ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. ദക്ഷയുടേത് കൊലച്ചിരിയ. ഇന്ന് അവർക്ക് സന്തോഷമുള്ള ദിവസമാണെന്ന് പറയണമെങ്കിൽ നീ സ്വാതിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ? ഇല്ല. വല്യപ്പച്ചി നിന്നെ ഒഴിവാക്കി കാണും. അതെ, എനിക്കൊരു വിവരം അറിഞ്ഞ കൊള്ളുന്നുണ്ട്. അതിന് നിങ്ങളെ കാണാൻ വന്നത്. വേഗം പറഞ്ഞു, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ എന്താ ടെൻഷനായ പോലെ? മാണിക്യമംഗലം നിങ്ങൾ ആർക്കെങ്കിലും വിറ്റോ? ഇത് ചോദിക്കാനാണോ? ആ തറവാട് അതിന്റെ അവകാശി വന്നാൽ വിട്ടുകൊടുക്കാനിരിക്കുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയേണ്ടത് അത് ആർക്കെങ്കിലും വിട്ടുകൊടുത്തോ എന്നാണ്. വിട്ടുകൊടുത്തു. ഇപ്പൊ മംഗലശ്ശേരി വകയല്ല ആ വീടും പറമ്പും. അതിന്റെ അവകാശം വന്നപ്പോ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റൂ? അത് അച്ഛന്റെ മുത്തച്ഛന്റെ ആഗ്രഹമല്ലേ? ഇനിയുള്ള ദക്ഷയുടെ പടപ്പുറപ്പാട് മംഗലശ്ശേരിക്ക് നേരെ പ്രകടമായിട്ടാവും. ഏയ്, നീ എന്താ ആലോചിക്കുന്ന? വിലക്കാണോ അവരത് വാങ്ങിയത്? വിലയ്ക്ക് വാങ്ങാൻ അവര് താല്പര്യപ്പെട്ടെന്നാ ശർമാജി പറഞ്ഞ. അത് സൗജന്യമായി വിട്ടുകൊടുക്കാനല്ലേ അച്ഛൻ വാങ്ങിയത്? സൗജന്യമായിട്ട് തന്നെ എഴുതി കൊടുത്തു. വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർക്ക് എന്തിനു സൗജന്യമായിട്ട് നൽകണം? അങ്ങനെയാണെങ്കിൽ അവര് കാശുകാരായിരിക്കില്ലേ? അവിടെ ഒരു അഗതി മന്ദിരം തുടങ്ങായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. നീ എന്തിനാ വീടിനെ പറ്റി ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? ആ വീടിന്റെ പാപങ്ങളാ ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഓർത്തപ്പോ എന്റെ വിരൽ മുറിഞ്ഞു. അത് ശ്രദ്ധ കുറവുണ്ടോ? എവിടെ കാണട്ടെ, വലിയ മുറിവാണോ? അല്ല, അത് സാരമില്ല. അവിടെ പോയി വിളക്കും പൂജ ഒപ്പൊക്കെ നടത്തിയിട്ടാ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത്. ഇനി അതങ്ങ് മറന്നേക്ക്. അച്ഛന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തെന്നുള്ള ചാരിതാർത്ഥ്യം എനിക്ക്. നീ ആ മുറിവിലേക്ക് എന്തെങ്കിലും മരുന്ന് വയ്ക്കാൻ നോക്ക്. ആ തറവാട് കൈക്കലാക്കാൻ വേണ്ടിയാ ദക്ഷ ഇതുവരെ കാത്തിരുന്നത്. ഇനി ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം. ദക്ഷ കാണാൻ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവൻ എടുക്കാൻ തന്നെയാവും. ഇനി ചേച്ചിയുടെ നേരെ അവര് വരരുത്. അതിന് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാ. മതി മറന്ന് ആഹ്ലാദിക്കുന്ന ദക്ഷയുടെ മനസ്സിൽ തന്നെ പ്രഹരിക്കണം. നിങ്ങളായിട്ട് എന്നെ കാണാൻ വിളിച്ചതല്ലേ, ഞാൻ വരുന്നുണ്ട്. ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കോ? ഉടനെ വരും. സ്കാനിംഗ് റിപ്പോർട്ടിന് വേണ്ടി ഇവിടെ കാത്തിരിക്കോ? അല്ല, നീ എവിടെ എന്തെടുക്കോ? ഞാനിപ്പോ ക്ഷേത്രത്തിലാ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നീ ക്ഷേത്രത്തിലാണോ? അത്ഭുതം തന്നെ. എന്താ ചേച്ചി? അമ്മോ, ഇവിടെ ഒരു അമ്മ വലിയ സങ്കടത്തിലാ. അതെന്താ? ആ അമ്മയുടെ മകള് ലേബർ റൂമിലാ. സിസേറിയൻ ചെയ്യാൻ പാടില്ല, ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്.
കാണുന്നില്ല. നോർമൽ ഡെലിവറി ആവാനുള്ള പ്രാർത്ഥനയില്ല ആ അമ്മയും വീട്ടുകാരും. നീ ദേവിയോട് ആ അമ്മയുടെ മകൾക്ക് സുഖപ്രസവം ആവാൻ പ്രാർത്ഥിക്കണേ. ഉറപ്പായി ഞാൻ പ്രാർത്ഥിക്കും ചേച്ചി. നിന്റെ പ്രാർത്ഥന ദേവി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ അമ്മയെ എങ്ങനെ സഹായിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത്. ആ അമ്മയോട് സമാധാനത്തോടെ ഇരിക്കാൻ ചേച്ചി പറ. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാം. ശരി അമ്മ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്റെ അനിയത്തി ഇപ്പൊ ക്ഷേത്രത്തിലുള്ളത്. അമ്മയുടെ മകൾക്ക് വേണ്ടി അവള് പ്രാർത്ഥിച്ചോളും. ഒരുപാട് നന്ദി മോളെ. ഇങ്ങനൊരു സന്ദർഭത്തിൽ നല്ലൊരു കാര്യം ചെയ്യാൻ എന്റെ ആരും അല്ലായിരുന്നിട്ടും മോക്ക് തോന്നിയല്ലോ. ദൈവത്തെ അല്ലേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. എന്റെ അനിയത്തിയുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആയിട്ടില്ല. അമ്മയുടെ മോൾക്ക് സുഖപ്രസവമായിരിക്കും. അവള് പ്രാർത്ഥിച്ച ഏത് ദൈവം കാതു തുറക്കാൻ ഇല്ല. ഇനിയും എൻ്റെ മോള് വിട്ടിയാവരുത്. കൂടെ നിന്ന് ചതിക്കുന്നവളുടെ മുഖം ഇന്ന് എനിക്ക് തുറന്നു കാട്ടണം. ദേവി, ദക്ഷ ആഗ്രഹിച്ചതെന്തോ അതൊക്കെ നേടി. മംഗലശ്ശേരിക്കാരോടുള്ള ദക്ഷയുടെ പക ഇടങ്ങണേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനസ്സുള്ളവരാ മംഗലശ്ശേരിയിലുള്ളവര്. അവരോട് കനിവ് കാട്ടണേ ദേവി. ഇനി എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ നിൽക്കണേ ദേവി. ഞാൻ ഇത്രയും ഭയക്കുന്നത് എന്നെ ഓർത്തല്ല, മംഗലശ്ശേരിയിലുള്ളവർക്ക് ഒരു പോറല് പോലും വരരുത്. അദ്ദേഹത്തെയും എന്റെ ചേച്ചിയും കാത്തുകൊള്ളണേ. ദക്ഷയ്ക്ക് വേണ്ടത് എന്റെ ജീവനാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ പോവാ. എന്റെ ചോര കൊണ്ട് ദക്ഷയുടെ ദാഹം അടങ്ങട്ടെ. ദേവി, ചേച്ചി വിളിച്ച് ഏതൊരമ്മയുടെ സങ്കടം എന്നോട് പറഞ്ഞു. ആ അമ്മയുടെ മകൾക്ക് ഒരാപത്തും വരുത്തരുതേ. സുഖപ്രസവം നടക്കണേ. ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ അതിലും വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഇതെന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ദക്ഷയുടെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്. എന്റെ പ്രാർത്ഥനകൾ അമ്മ സ്വീകരിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.